ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ് ചാനൽ. സത്യം പറഞ്ഞാൽ നോമ്പ് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. അതായത് ആ ഒരു മാസം വേറൊരു എനർജിയാണ്, ആ ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് 6 ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കുമ്പം ബുദ്ധിമുട്ടാവുന്നില്ലേ, അല്ലെങ്കിൽ വിശക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം വരുന്നില്ലേ? മനുഷ്യരാണ്, വിശക്കും, ക്ഷീണം വരും, എല്ലാം ഉണ്ട്, അത് നമുക്കും ഉണ്ട്. പക്ഷെ നമുക്കിത് ശീലമായിപ്പോയി. ഈ ഒരു വിശപ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്ഷീണം നമുക്ക് ശീലമായിപ്പോയി. അത് നമുക്ക് ഇതേപോലെ എപ്പോഴും നമ്മൾ നോമ്പ് പിടിച്ച് വരുന്നുണ്ട്. അതായത് നമ്മളൊരു 13 മണിക്കൂറോളം വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നതാണ് ഫാസ്റ്റിംഗ്, വ്രതം. അപ്പോൾ നമുക്ക് ഇപ്പം ഒരാൾ മുമ്പിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും വാരി വലിച്ച് വേറൊരാൾ എന്തെങ്കിലും വാരി വലിച്ച് കഴിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് കൊതി കാട്ടിയാലൊന്നും ഒന്നും നടക്കാൻ പോകില്ല. നമ്മൾ കഴിച്ചുകൂടാ, നമുക്കൊന്നും തോന്നത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിലും പല ആൾക്കാരും ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ലേ? അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഫുഡ് നമ്മളെ മുമ്പിലിരുന്ന് കഴിക്കാം, കഴിക്കാതെ ഇരിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം എൻ്റെ മുമ്പിലിരുന്ന് വേറെ ഒരാൾ ഫുഡ് കഴിക്കുവാണെങ്കിൽ ഞാൻ കഴിക്കണ്ടെന്ന് പറയില്ല, അവർ കഴിക്കാൻ പറ, അത് അവരുടെ താല്പര്യമാണ്, അവർ കഴിക്കുകയാണ്. എൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ അവരെല്ലാം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല. അപ്പോൾ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. സത്യം പറഞ്ഞാൽ പലരും പറയുന്നത് നിങ്ങൾ നോമ്പെന്ന് പറയുന്നത് ഈ കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നതിലെ നോമ്പെന്നാണ്. നോമ്പിന് അതിലും കഴിഞ്ഞൊരു വഴിയുണ്ട്, അല്ലെങ്കിൽ അതിൽ കഴിഞ്ഞൊരു പാതയുണ്ട്. അതായത് നോമ്പിനേക്കാൾ, അതായത് ഈ 13 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂറോളം നമുക്ക് ഫുഡ് കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ കൺട്രോളിങ് യുവർ നഫ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ശരീരത്തിനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നാവിനെ സൂക്ഷിക്കുക, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോംപ്റ്റോടെ വരുന്നതാണ് നോമ്പ്. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത്, നിങ്ങൾ ഈ നോമ്പ് പിടിക്കുന്നത് ഈ കഴിക്കാതെയും കുടിക്കാതിരിക്കാൻ, അതിന് വേണ്ടിയിട്ട് അതുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഒരു ആത്മീയ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഒരു റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനും കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ഒരു 12-13 മണിക്കൂറോളം ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളിനെയും കുറ്റം പറയാതെ, അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിലൊക്കെ അങ്ങനെ ഒന്നും പറയാതെ, അപ്പോൾ നമ്മളെ നാവിനെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, കൈയിനെ സൂക്ഷിക്കുക, ശരീരത്തിന് സൂക്ഷിക്കുക. അങ്ങനെ അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയാതെ. കാരണം നമുക്ക് ഒരു 13 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ നമുക്ക് നോമ്പിന് വെള്ളം കുടിക്കാതെയും ഫുഡ് കഴിക്കാതെയൊക്കെ കൺഫേം ആയിട്ട് ഇരിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡിസിപ്ലിൻ, ഒരു റൂള് കൊണ്ടുവരികയാണ്. അതാണ് നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ നോമ്പ് മാത്രം, അതായത് ഫുഡും വെള്ളവും മാത്രം കുടിക്കാതെ അല്ല ഇരിക്കേണ്ടത്. വേറെ നിങ്ങൾക്ക് പരിപാടികൾ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് കടമ്പകളുണ്ട്. അപ്പം അതുമാത്രമല്ല നോമ്പ്. അതായത് ഇപ്പം നോമ്പെന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് സുബഹിന് മുമ്പ്, അതായത് രാവിലെ അത്താഴമൊക്കെ കഴിച്ച് അതിന് നോമ്പ് നീയത്തൊക്കെ വെച്ചിട്ട് പിന്നെ മഗ്‌രിബ് സന്ധ്യയ്ക്ക് ഒന്ന് നോമ്പൊക്കെ മുറിച്ച് തീർക്കാം, അതാണ് നോമ്പ്. വേറെ നോമ്പില്ല. പക്ഷെ നോമ്പ് ഈ കഴിക്കാതെ കുടിക്കാതെ ഇരിക്കുന്നത് മാത്രമാക്കി കളയരുതെന്ന് നമുക്കുണ്ട്. അതായത് അതിൽ നമസ്കരിക്കാൻ പോകണം, ഖുർആൻ ഓതണം, ദിക്ർ, തസ്ബീഹ്, സ്വലാത്ത്, അങ്ങനെ കുറച്ച് ഇപ്പം എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ അവരുടെ പുണ്യമായ കിതാബുകൾ, അതായത് പുരാതന ഐതിഹ്യമുള്ളതൊക്കെ വായിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്ന നാമം ഭജന പറയണം. അങ്ങനത്തെ കുറേ ഇതൊക്കെ നമുക്കും അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഓരോ റിലീജിയസിനും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുള്ള പോലെ തന്നെയാണ്. അപ്പോൾ പലരും ഈ നോമ്പ് പിടിക്കുമ്പോൾ ഇങ്ങനെയുടെ കഴിക്കാതെ കുടിക്കുക നമുക്ക് പറ്റും, കാരണം നമ്മളെ ശീലിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തൊക്കെ. അതുകൊണ്ട് പിന്നെ ഇത് വിശക്കുന്ന അല്ലെങ്കിൽ വിശപ്പുള്ള അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത ആൾക്കാരെയും സൂചിപ്പിക്കാൻ വേണ്ടി, കാരണം പട്ടിണി കിടക്കുന്നവരുടെ വയററിയണമെന്നും കൂടെ പറഞ്ഞിട്ടാണ് നമുക്ക് ഈ നോമ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളെപ്പോഴും ഫുഡും കഴിച്ച് വയറും വീർത്ത് വെള്ളവും കുടിച്ച് കിടക്കുകയല്ലേ. ഇപ്പോൾ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്, ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം, നിങ്ങളത് മനസ്സിലാക്കണം. അതാണ് പട്ടിണിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമുക്ക് വെള്ളവും ഇതൊന്നും കൊടുക്കാതെ പട്ടിണി കിടക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിലുണ്ട്. അപ്പം ഞാൻ ഓരോ വീഡിയോസിൽ അല്ലെങ്കിൽ ഓരോ ഡേയ്സിലൊക്കെ വന്ന് ഇതേപോലെയൊക്കെ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പം ഇനി ഇതുപോലെ നല്ല കാര്യങ്ങളും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. അപ്പം മറക്കണ്ട, ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അസ്സലാമു അലൈക്കും.